വളരെ കൂടുതലായി കാണുന്നുണ്ട്. സ്ഥലമാറ്റം, ആഗ്രഹിച്ച സ്ഥലത്തേക്ക് തന്നെ നിങ്ങൾക്ക് പോകുവാൻ സാധിക്കും. പൊതുപ്രവർത്തകർക്ക് ആ പൊതുരംഗത്ത് നമ്മളുടെ ജീവിത പ്രശ്നങ്ങളും അല്ലെങ്കിൽ ജീവിത പ്രാരാബ്ദങ്ങളും മാറ്റിവെച്ച് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക്, പൊതുമേഖലയിലും അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, അതായത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ സഹോദരങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുകയും ആ സഹോദരങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരു ചവിട്ടുപടിയായി മാറുകയും ചെയ്യുന്ന അവസ്ഥയാണ്. നിങ്ങൾ കൈകൊടുത്ത് അവരെ ആ വിജയത്തിലേക്ക് കയറ്റിവിടുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. പണമിടപാടുകൾ കൃത്യമായി നടക്കാത്തത് മൂലം കുടുംബത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കൃത്യമായി ആദ്യമേ പറയുന്നതാണ്, പണമിടപാടുകൾ വളരെ കൃത്യമായി ശ്രദ്ധയോടുകൂടി ചെയ്യുക. നിങ്ങൾക്ക് പേരുദോഷം കേൾക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നു. അകന്നു നിന്ന കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൂടുകയും സന്തോഷത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം ജോലികൾ കൈകാര്യം ചെയ്യുക. കാരണം ജോലിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി നഷ്ടപ്പെടുവാനോ അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്നും താഴോട്ട് വരാനോ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അതായത് അവർ പറയുന്ന ആ ഒരു ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുവാൻ സാധിക്കാതെ നിങ്ങളുടെ ആ ഒരു ഗ്രേഡ് കുറയാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. പ്രത്യേകിച്ചും ഈ ഒരു വർഷം ശ്രദ്ധിക്കേണ്ടത് പണമിടപാടുകൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക. ആരോഗ്യപരമായിട്ട് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളെ ഉണ്ടാകുകയുള്ളൂ, അതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ സഹോദരങ്ങളുടെ വിവാഹം, അവരുടെ ജോലി, വിദ്യാഭ്യാസം, ഇതിനു വേണ്ടിയെല്ലാം പണം ചിലവാക്കുകയും അവർ വിജയത്തിലെത്തുകയും അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുകയും എല്ലാം ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിലുള്ള ആ ഒരു ഭാഗ്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരണം എന്നുണ്ടെങ്കിൽ, ഇവിടെ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുകയും ഉപാസിക്കുകയും ദേവിയുടെ ക്ഷേത്ര ദർശനം നടത്തുകയും ദേവിയുടെ നാമങ്ങൾ ജപിക്കുകയും ദേവി ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി അർപ്പിക്കുകയും ചുവന്ന പുഷ്പങ്ങൾ അർപ്പിക്കാം, ചുവന്ന പട്ടർപ്പിക്കാം, കുങ്കുമാർച്ചന നടത്താം. ഇങ്ങനെ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിയുടെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വർഷം മുന്നോട്ട് പോയാൽ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകുക തന്നെ ചെയ്യും. ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി ദേവി ആത്മാർത്ഥമായും പ്രാർത്ഥിക്കുക. അതിനോടൊപ്പം തന്നെ ജാതകമൊന്ന് പരിശോധിച്ച് ജാതകത്തിലെ പരിഹാരവും കൂടി ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ വരികയും ചെയ്യും.